തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകൾ, അവസാന മണിക്കൂറുകളിൽ നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഒരു ഭാഗം പോൾ ചെയ്തു കഴിഞ്ഞു. നമ്മളും 26-ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് ജനങ്ങൾ നല്ല ബോധവാന്മാരായി മാറി എന്നുള്ളതാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം, നമ്മുടെ രാഷ്ട്രം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നിലനിർത്തൽ എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാണ് എന്ന് ജനം തിരിച്ചറിയുന്നു. അവയെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും നമ്മുടെ ഒരുമയും ഐക്യവും എല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഭരണഘടനയും രാഷ്ട്രം തന്നെയും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടേ മതിയാവും എന്ന് ജനങ്ങളാകെ ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ LDF-ലെ ഏറെക്കുറെ എല്ലാ ഘടകകക്ഷി നേതാക്കളും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരാനിടയുള്ള നുണപ്രചരണത്തെക്കുറിച്ചാണ്. എന്തും പ്രചരിപ്പിക്കാൻ തയ്യാറായി. അത്തരമൊരു സ്ഥിതിവിശേഷത്തിലാണ് LDF-നെ നേരിടുന്നവർ എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ അതിർകവിഞ്ഞ മോഹത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തു ചാടിയവരെ നാടിൻ്റെ ജനങ്ങളുടെ വികാരം, അതിൻ്റെ ചൂട് ഏറ്റുവാങ്ങുമ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടേണ്ടി വരികയാണ്. അപ്പോൾ പലരുടെയും സമനില തെറ്റുന്നു. അതിൻ്റെ ഭാഗമായി എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിൽ രണ്ടു തരം ആളുകളുണ്ട്. ഒന്ന്, അവരവരുടെ സാംസ്കാരിക നില വെച്ച് മറ്റുള്ളവരെ അളന്ന് അതനുസരിച്ച് എന്തും വിളിച്ചു പറയാൻ തയ്യാറാകുന്ന ഒരു കൂട്ടർ. ഇവിടെ ഏറ്റവും വലിയ ദുർഗതിയായി മാറുന്നത് ഇവരുടെയെല്ലാം നേതൃത്വത്തിലിരിക്കുന്നവരുടെ സമീപനമാണ്. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ഇവർക്കുണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ അവരും അവരുടേതായ
സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.